കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമ്മൾ അടുത്തതായി ദുബാര എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ക്യൂ കണ്ടത് ഞെട്ടി. ഈ ക്യൂവിൽ കുറെ നേരം നിന്ന് ബോട്ടിൽ കയറി അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ ഒരു ചടങ്ങ് പോലെ പെട്ടെന്ന് കണ്ടു തീർത്ത് തിരികെ വരേണ്ടി വരും. അങ്ങനെ പോകേണ്ടെന്ന് വിചാരിച്ചു. ഒരിടത്ത് പോയാൽ അത് സമാധാനമായി കുറച്ച് സമയമെടുത്ത് ആസ്വദിച്ച് കാണുക എന്നതാണ് കഴിയുന്നത് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ വരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ക്യൂവിന്റെ നീളവും കുറയും. കുറച്ചു നേരത്തേക്കാണെങ്കിലും പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വന്നു. രാത്രിയിലത്തെ ആഹാരത്തിന് വീണ്ടും ആശ്രയമായത് കൂർ കുസൈൻ. ചിലർക്ക് നമ്മൾ ഇവിടെ പറയുന്ന പേര് അവർ വേറെ പേരിട്ട് വിളിക്കുന്നതെന്ന് മാത്രം. രുചിയിൽ ഇവിടുത്തെ പോലെ തന്നെ. റൈസ് ബോൾ എന്നാൽ കൊഴുക്കട്ട, തരിപ്പൈസ് എന്നാൽ റവക്കഞ്ഞി, നൂൽപ്പൊട്ട് എന്നാൽ ഇടിയപ്പം, നെയ്ച്ചോറ്, അക്കി റൊട്ടി, അരി റൊട്ടി പോലത്തെ ഒരു ഐറ്റമാണ്. പോർക്കറി എല്ലാം നല്ലതായിരുന്നു. പോർക്കറി മാത്രമാണ് വളരെ വ്യത്യസ്തമായി തോന്നിയത്. മുളക്കൂമ്പ് ചേർന്ന പന്നിക്കറി വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ മിക്കവാറും എല്ലാ നോൺ വെജ് ഹോട്ടലുകളിലും പന്നി കിട്ടും. കൂർ കുസൈനിൽ കഴിച്ച ഒരു ആഹാരവും മോശമായി തോന്നിയില്ല. എല്ലാം വളരെ നല്ലതായിരുന്നു. രാത്രി ആഹാരത്തിന് ശേഷം ഇതിന് താഴെയുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി. വൈവിധ്യമാർന്ന വൈനുകൾ, മധുര പലഹാരങ്ങൾ തുടങ്ങിയവ ഇവിടെ കിട്ടും. വൈൻ ഇല്ലാത്ത കടകൾ ഇവിടെ ഉണ്ടോ എന്ന് സംശയം. അടുത്ത ദിവസം രാവിലെ യാത്രയ്ക്കുള്ള സമയമായി. അതിനു മുമ്പൊരു കാപ്പി കൂടി. താമസ സ്ഥലത്തെ ബുക്കിംഗ് അനുസരിച്ച് കോംപ്ലിമെന്ററിയായി കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്രയ്ക്കായി ഒരുങ്ങി ഇറങ്ങി. ദുബാര എലിഫന്റ് ക്യാമ്പാണ് ലക്ഷ്യം.